പാലക്കാട്ടെ വ്യാജ വോട്ട് പരാതിയിൽ ഇപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ടിരിക്കുകയാണ്. അന്വേഷണം നടത്താൻ ഡെപ്യൂട്ടി കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഡെപ്യൂട്ടി കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർമാരും റിട്ടേണിംഗ് ഓഫീസർമാരും പട്ടിക പരിശോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസറോട് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവരിപ്പോൾ വിശദീകരണം നൽകിയെന്നാണ് സാനു മനോമി റിപ്പോർട്ട് ചെയ്തത്. വ്യാജ വോട്ടിനെതിരെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ബഹുജന പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് CPIM. അതേസമയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രണബ് ജ്യോതിനാഥ് വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. ആർ റോഷിപാൽ, സാനു മനോമി, ദീപക് മലയമ്മ, അല്ലമീൻ തോട്ടുമുക്ക്, അരുൺ സോളമൻ എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത്. നമ്മൾ ആദ്യം റോഷിപാലിലേക്ക് പോകുന്നു. റോഷിപാൽ, ഇന്നലെ നമ്മൾ വിശദമായി തന്നെ ഏതൊക്കെ മേഖലകളിലാണ് വ്യാജ വോട്ട് ചേർത്തിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതാണ്. ഇതിന് പിന്നാലെ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായിരിക്കുന്നു എന്നതാണ്. ഡെപ്യൂട്ടി കളക്ടർ തന്നെ ഇക്കാര്യത്തിൽ മേൽനോട്ടം വഹിക്കാൻ പോകുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. വിനീത, ഡെപ്യൂട്ടി കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. തഹസിൽദാറും റിട്ടേണിംഗ് ഓഫീസറും ചേർന്നാണ് ഈ വ്യാജ വോട്ട് ചേർക്കപ്പെട്ട ബൂത്തുകളിൽ പരിശോധന നടത്തുക. അത് പരിശോധിച്ചതിന് ശേഷം അടിയന്തരമായി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ഈ പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നമ്മൾ നടത്തിയ പരിശോധനയിലാണ് ഈ വ്യാജ വോട്ടുകൾ വ്യാപകമായി ചേർക്കപ്പെട്ടതായി കണ്ടെത്തിയത്. 2 നിയമസഭാ മണ്ഡലങ്ങളിലെയും 4 ബൂത്തുകൾ വെച്ചാണ് നമ്മൾ ഈ വോട്ടർ പട്ടിക പരിശോധിച്ചത്. അത് താരതമ്യം ചെയ്തപ്പോൾ തന്നെ 100ഓളം വ്യാജ വോട്ടുകൾ കണ്ടെത്തി. അതിൽ ചില വീടുകളിൽ നമ്മൾ ചെന്നു, ആ വോട്ടർമാരെ നേരിൽ കണ്ടു, അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇവർക്കൊന്നും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സ്ഥിരമായി താമസമില്ല, അവർക്ക് വീടില്ല. എന്നിട്ട് പോലും മലമ്പുഴയിൽ താമസിക്കുന്ന ഇവർ പാലക്കാട്ടെ വോട്ടർ പട്ടികയിൽ എങ്ങനെ ഇടം നേടി എന്ന ചോദ്യമാണ് ഇതോടെ ഉയർന്നത്. അത് രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുത്തു. ആരോപണ പ്രത്യാരോപണങ്ങളായി. പിന്നാലെയാണ് ജില്ലാ കളക്ടറേറ്റ് ഇടപെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഗൗരവത്തോടെയുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഒപ്പം തന്നെ BLO നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ 2 എണ്ണമാണ് ഈ വ്യാജ വോട്ടർമാരുടെ കൈവശമുള്ളത്. അതിനൊപ്പം തന്നെ ഇവർ നൽകിയ സത്യവാങ്മൂലം വ്യാജമാണോ എന്ന് പരിശോധിക്കേണ്ടി വരും. അതിൽ ഒപ്പുവെച്ചത് ആരാണെന്ന് പരിശോധിക്കേണ്ടി വരും. സംഘടിതമായി ഇങ്ങനെ വ്യാജ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചേർത്തോ എന്ന സംശയമാണ് ഇതിനോടകം തന്നെ ഉയർന്നത്. കാരണം തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം അത് അവസാനിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പാണ് വ്യാപകമായി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലേക്ക് വോട്ട് ചേർക്കപ്പെട്ടത്. അതിലാണ് ദുരൂഹത. ഏതായാലും ആരാണ് ഇങ്ങനെ സംഘടിതമായി വ്യാജ വോട്ടുകൾ ചേർത്തത് എന്നതടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിനീത, ശരി, ആരാണ് വ്യാജ വോട്ട് ചേർത്തത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സാനു മനോമി, CPM ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ വ്യാജ വോട്ട് ചേർത്തിട്ടുണ്ട്. അതിന് പിന്നിൽ LDF UDF ആണ് എന്നുകൂടി പറയുന്നുണ്ട്. CPM-ന്റെ പരാതിയിൽ കൂടിയാണ് ഇപ്പോൾ നടപടികൾ വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യങ്ങളിൽ എന്ത് നടപടികൾ, തുടർ നീക്കങ്ങളായിരിക്കും CPM മുന്നോട്ട് കൊണ്ടുപോയി? ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ഇക്കാര്യങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. അതെ വിനിത, അതായത് CPM ആണ് ഈ വിഷയത്തിൽ ആദ്യമായി പരാതി കൊടുത്തത്. ആദ്യത്തെ പരാതിയിൽ ഇങ്ങനെ വ്യാപകമായി പിരായിരി, കണ്ണാടി പഞ്ചായത്തുകളിലൊക്കെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് മറ്റ് മണ്ഡലങ്ങളിലെ, ഉദാഹരണത്തിന് മലമ്പുഴ മണ്ഡലങ്ങളിലെ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട്, കൂടാതെ ഇരട്ട വോട്ടുകളുണ്ട്. ഇങ്ങനെ ഒരു വ്യാപകമായ തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനറലായ ഒരു പരാതിയാണ് ആദ്യഘട്ടത്തിൽ CPM കൊടുത്തിരുന്നത്. പിന്നീട് അതിന് കളക്ടർ ആ പരാതിയിൽ ഇടപെട്ടു. കളക്ടർ അവർക്ക് ഒരു മെയിൽ തിരിച്ചയക്കുകയായിരുന്നു. അതായത് ഇതിൻ്റെ വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭ്യമാക്കണം, അങ്ങനെയെങ്കിൽ അന്വേഷണം ഉടൻ തന്നെ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയച്ചു. ആ മെയിലിന് മറുപടിയായി CPM-ൽ നിന്ന് വീണ്ടും ഇവരുടെ കൈവശമുള്ള രേഖകളെല്ലാം, അതായത് വോട്ടർ പട്ടികയുടെ രേഖകൾ, 2 വോട്ടുള്ളത്, മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് ഇങ്ങോട്ട് ചേർത്തത് തുടങ്ങിയ എല്ലാ രേഖകളും അയച്ചു കൊടുത്തു. അതിനുശേഷമാണ് നമ്മുടെ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് അടക്കം വെച്ചുകൊണ്ടാണ് CPM പരാതി കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ട് BLOയോട് വരാനും മറ്റും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും CPM ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് തെരഞ്ഞെടുപ്പിന് ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ. അതുവരെ കാത്തിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം മറ്റ് ആക്ഷനുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ വിഷയം വിടാതിരിക്കും. ഈ വിഷയത്തിന് മുകളിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് CPM-ന്റെ ആവശ്യം. മാത്രമല്ല, ഇവരുന്നയിക്കുന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡടക്കം നിർമ്മിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെയും ഈ മണ്ഡലത്തിൽ ഉണ്ട് തുടങ്ങിയ ആരോപണങ്ങളാണ് LDF ഉന്നയിക്കുന്നത്.
അവർ തന്നെ ആയിരിക്കണം ഇതിന് പുറകിൽ മാത്രമല്ല പക്ഷേ അപ്പോഴും സാനിയോ LDF സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉയർത്തുകയാണ് BJPയും കോൺഗ്രസും എന്നതാണ് അദ്ദേഹത്തിന്റെ വോട്ട് സംബന്ധിച്ചുകൂടി. ഇന്നിപ്പോൾ സരിൻ നമ്മളോട് സംസാരിച്ചപ്പോൾ വൈകിട്ട് വാർത്താ സമ്മേളനം നടത്തുന്നത് താനിപ്പോൾ താമസിക്കുന്ന വീട്ടിലാണെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുന്നതും കണ്ടു. ആരോപണം തെളിയിക്കൂ എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതെ, അതായത് സരിൻ 7 വർഷം മുൻപാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള സ്ഥലത്ത് വീട് വാങ്ങിയത് എന്നാണ് പറയുന്നത്. ഭാര്യ സൗമ്യയുടെ പേരിൽ കരമടച്ചതിന്റെ അടക്കം റെസിപ്റ്റുകളൊക്കെ അദ്ദേഹം നമ്മൾക്ക് തരികയുണ്ടായിരുന്നു. ഏതായാലും ഈ ആരോപണത്തിൽ ഇന്ന് 4 മണിക്ക് തന്റെ വീടായ കൃഷ്ണയുടെ മുൻപിൽ വെച്ചുകൊണ്ട് വാർത്താ സമ്മേളനം വിളിക്കും എന്നാണ് സരിൻ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്തും വിളിച്ചു പറയാവുന്ന സ്ഥാനത്തിന്റെ പേരായി പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം മാറരുത് എന്നുള്ളത് കൊണ്ടാണ് താൻ കൃത്യമായി തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ട് ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത് എന്നും സരിൻ പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം, അതായത് ഇനിയൊരു 2 മണിക്കൂറിനകം തന്നെ ഈ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 7 വർഷം മുൻപാണ് അവിടെ സ്ഥലം വാങ്ങിയതെന്നാണ് സരിന്റെ ഒരു സരിൻ പറയുന്നത്. പക്ഷേ സരിനെ BJP സഹായിച്ചു, BJP മുനിസിപ്പാലിറ്റി സഹായിച്ചതുകൊണ്ടാണ് സരിന് ഇത്തരത്തിൽ ഇവിടെ വോട്ട് ചേർക്കാനായത് എന്നാണ് UDFന്റെ ഒരു ആരോപണം. അതേസമയം റവന്യൂ ഉദ്യോഗസ്ഥരും അടക്കം സഹായിച്ചു എന്നുള്ള ആരോപണമാണ് NDA സരിനെതിരെ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയാമെന്നാണ് സരിൻ ഇപ്പോൾ പറയുന്നത്. ശരി, ഏതായാലും സരിൻ 4 മണിക്ക് വാർത്താ സമ്മേളനം നടത്തും കൃഷ്ണ എന്ന തന്റെ വീട്ടിൽ വെച്ച്. ആരോപണങ്ങളെല്ലാം തന്നെ തെളിയിക്കാൻ വെല്ലുവിളിക്കുക കൂടി ചെയ്യുകയാണ് LDF സ്ഥാനാർത്ഥി. ദീപക് വലയമ്മയും അല്ലമീനും അരുൺ സോളമനും കൂടി ചേരുന്നുണ്ട്. ദീപക് വലയമ്മയിലേക്ക്. ദീപക്, സരിനെതിരെ ആരോപണം ഉയർത്തുന്ന BJP സ്ഥാനാർത്ഥിയെ നമ്മൾ കണ്ടു. പക്ഷേ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ഇത്തരത്തിൽ സഹായം നൽകിയതെന്നാണ് UDF ക്യാമ്പിന്റെ ഒരു ആരോപണമുള്ളത്. ഒപ്പം BJP ജില്ലാ പ്രസിഡന്റിന്റെ വോട്ട് സംബന്ധിച്ചുകൂടി ഇപ്പോൾ ആരോപണം ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ C കൃഷ്ണകുമാർ ഉൾപ്പെടെ അതേക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതുമാണ്. വിനീത, രാവിലെ തന്നെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാർ സരിനുവിന്റെ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി നിലപാട് പറയുന്ന സാഹചര്യമുണ്ടായി. അതായത് വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് സരിന് നിലവിൽ വോട്ടുള്ളത്. പക്ഷേ ആ വോട്ടിനുള്ള സാഹചര്യം ഒരുക്കിയത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരാണ്, അതായത് BLOമാർ ഉൾപ്പെടുന്ന സംഘമാണ് എന്നുള്ളതാണ് NDA പ്രധാനമായും ആരോപിക്കുന്നത്. ആ തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ വാർത്തയിലെ കൊടുമ്പിൽ നിന്നും കണ്ണാടിയിലേക്ക് വോട്ട് മാറ്റുന്ന നടപടിയടക്കം ഉണ്ടായത് എന്നുള്ളതാണ് BJP സംസ്ഥാന അധ്യക്ഷനടക്കം ആരോപണമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് CPIഎമ്മിന് കൈയച്ച് സഹായം നൽകുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണമായി NDA ക്യാമ്പ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. LDF സഹായത്തോടു കൂടി UDF വോട്ട് ചേർക്കുന്നു, വ്യാജ വോട്ടുകൾ ചേർക്കുന്നു എന്നുള്ളതാണ് NDAയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ നിയമപരമായ വിഷയത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനോടകം തന്നെ പാർട്ടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബൂത്ത് 33-ൽ ഏതാണ്ട് 16 പേരുടെ വോട്ട് ഇത്തരത്തിൽ വെട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകാതെയാണ് BLOമാർ ഈ നടപടി സ്വീകരിച്ചത് എന്നുള്ള ആക്ഷേപവും കൂടി NDA മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മുന്നോട്ട് പോകാനാണ് NDAയുടെ തീരുമാനം. അതേസമയം ജില്ലാ കളക്ടർ മുഖ്യ വരണാധികാരിയാണ്, അദ്ദേഹത്തിനടക്കം CPIഎമ്മിന്റെ ഉള്ളം കൈയിലാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ള ഒരു ആരോപണവും കൂടി NDA മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പൂർണ്ണമായും ഈ കാര്യത്തിൽ നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഒന്നടങ്കം CPIഎമ്മും LDFും കൈയടക്കി വെച്ചു എന്നുള്ള ആക്ഷേപമാണ് NDA ഉന്നയിക്കുന്നത്. നേരത്തെ വിനീത ചോദിച്ച BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിന്റെ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത്, അദ്ദേഹം നേരത്തെ പട്ടാമ്പിയിൽ വോട്ട് ചെയ്ത ഘട്ടത്തിൽ അവിടെ നിന്നും പിന്നീട് 6 മാസക്കാലം ഈ ജില്ലാ ഓഫീസിൽ തന്നെ താമസിച്ച് നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ വോട്ട് ചേർക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ആ തരത്തിലാണ് BJP വിശദീകരിക്കുകയും ചെയ്തത്. എന്തായാലും 2 മുന്നണികളും ചേർന്നുകൊണ്ട് വ്യാജ വോട്ടുകൾ വ്യാപകമായി മണ്ഡലത്തിൽ ചേർക്കുന്നു എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് NDA ക്യാമ്പ്. അതുതന്നെയാണ് NDA ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ. അല്ലമീൻ കൂടി ചേരുന്നുണ്ട് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നുള്ള UDF ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങളുമായി. അല്ലമീൻ, ഇക്കാര്യത്തിൽ UDFന്റെ ഒരു നിലപാട് എന്താണ്? ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും കൃത്യമായി തന്നെ അക്കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. പരസ്പരം പ്രത്യാരോപണങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. സ്ഥാനാർത്ഥികളായാലും നേതാക്കളായാലും ഇതിന്റെ വസ്തുത എന്ത് എന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. LDF സ്ഥാനാർത്ഥിക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉയർത്തിയതും പ്രതിപക്ഷ നേതാവ് തന്നെയാണ്.
വിനിത, ആ ആരോപണത്തിൽ നിന്ന് പിന്മാറാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടില്ല. ഇന്നും അദ്ദേഹം ആരോപണം ആവർത്തിക്കുന്ന നിലപാടാണ് കണ്ടത്. 6 മാസം സ്ഥിരമായി താമസിക്കാതെ റെസിഡൻസി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വാങ്ങിക്കൊണ്ട് സരിൻ പേര് തീർത്തത് അത് വ്യാജമായി തന്നെ എന്നുള്ള നിലപാട് പ്രതിപക്ഷ നേതാവ് ഇന്നും ആവർത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സരിൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് രേഖകൾ ഹാജരാക്കണമെന്നൊക്കെ വെല്ലുവിളിച്ചിരുന്നു സരിൻ. ഇന്ന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് തന്നെ നിയമപരമായി നേരിടുമെന്നൊന്നും പറഞ്ഞ് തന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട, സരിൻ വ്യാജമായി തന്നെയാണ് പേര് ചേർത്തിരിക്കുന്നത്, അതിന് BJP മുനിസിപ്പാലിറ്റിയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നതിന് ശേഷം സരിൻ 4 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെയാണ് പറയുന്നതിനനുസരിച്ച് കൂടുതൽ പ്രതികരണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷ നേതാവ് പറയുന്നത് സരിൻ ഇത്തരത്തിൽ വോട്ട് ചേർത്ത് സരിനോ സരിന്റെ ഭാര്യയോ കഴിഞ്ഞ 6 മാസമായി തുടർച്ചയോടെ താമസിക്കുന്നില്ല. രണ്ടുപേരും വ്യാജമായി തന്നെയാണ് വോട്ട് ചേർത്തത്. അതിലിനി എന്ത് ന്യായീകരണം വന്നാലും അത് അങ്ങനെ തന്നെയാണ്, താൻ പരിശോധിച്ച് അന്വേഷിച്ച് ഉറപ്പിച്ചിട്ടാണ് അത്തരമൊരു ആരോപണം ഉന്നയിച്ചതെന്ന് കൂടിയും പ്രതിപക്ഷ നേതാവ് പറയുകയാണ്. സാധാരണ ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ വോട്ടർമാർ ഇടം പിടിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ഇടതുമുന്നണി ആരോപണം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിനെതിരെ UDF-നെതിരെയാണ് പ്രധാനമായും അവർ അതിന്റെ കുന്തമെന്ന് തിരിച്ചുവിടുന്നത്. അത് സ്ഥാപിക്കാൻ അവർ തുടർച്ചയായ ആരോപണം ഉന്നയിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട വിവാദവും അതിൽ പ്രതിചേർക്കപ്പെട്ടവർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വോട്ട് ചോദിച്ച മണ്ഡലത്തിൽ സജീവമായി പ്രചരണരംഗത്തുള്ളതുമൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ അക്കാര്യം ചൂണ്ടിക്കാട്ടി UDF-നെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും അതിലുപരി സ്ഥാനാർത്ഥിയെയും UDF സ്ഥാനാർത്ഥിയെയും പ്രതിരോധത്തിലാക്കാൻ CPM ശ്രമിക്കുന്നതിനിടെയാണ് പ്രതിപക്ഷ നേതാവ് ആ ആരോപണം അതേ നിലയിൽ തിരിച്ചുവിടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു ഘടകമാണ്. ഏതായാലും ഈ വിഷയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നുണ്ട്. കോൺഗ്രസ് പറയുന്നത് UDF പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ തുടർച്ചയായി ഞങ്ങളുടെ സിറ്റിംഗ് മണ്ഡലമാണ്, അവിടെ വ്യാജ വോട്ടർമാരെ ചേർത്ത് വിജയിക്കേണ്ട സാഹചര്യം ഞങ്ങൾക്കില്ല. 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തുമുള്ളവർ മലമ്പുഴ വഴി പാലക്കാട് പിടിക്കാൻ നടത്തുന്ന ചില നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരത്തിൽ വ്യാജ വോട്ടർമാരിൽ ഇടം പിടിക്കുന്നതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം BLOമാർ ഉൾപ്പെടെ സർക്കാർ ഉദ്യോഗസ്ഥരായ ആളുകളെ CPM അങ്ങനെ ഉപയോഗിക്കുന്നു, കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ BJPയും അങ്ങനെ ഉപയോഗിക്കുന്നു. ഒപ്പം കൊടുമ്പ് കണ്ണാടി പഞ്ചായത്തുകൾ ഭരിക്കുന്നത് CPM ആണ്, അവർ ആ നിലയിൽ അതിനെ ഉപയോഗിക്കുന്നു. നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങൾ മറയാക്കിക്കൊണ്ട് BJPയും CPM-ഉമാണ് വ്യാജ വോട്ടർമാരെ ചേർക്കുന്നത് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസ് ആവർത്തിക്കുന്നത്. വിനിത, ശരി.